ഒരു ദേശത്തിൻ്റെ ഹൃദയത്തിന് കുറുകെ വരച്ച വിഭജനത്തിൻ്റെ രേഖകൾ, വിഭജനകാലത്തെ കഥകൾ. ഒരു ജനതയെ രണ്ടായി പിളർക്കുമ്പോൾ തെരുവുകളിൽ നിലവിളിക്കുന്ന രക്തം. ആ നിലവിളികളുടെ സാക്ഷ്യങ്ങളാണ് ഇതിലെ 18 കഥകളും. കഥകളുടെ സ്വരൂപകനും വിവർത്തകനുമായ കെ സേതുമാധവനുമായുള്ള അഭിമുഖം. വിഭജനകാലത്തെ കഥകൾ എന്നാണല്ലോ ശ്രീ കെ സേതുമാധവന്റെ പുസ്തകത്തിന്റെ പേര്. വിഭജനം ഏറ്റവും കുറവ് കെടുതി നൽകിയ ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറഞ്ഞാൽ താങ്കൾ യോജിക്കുമെന്ന് എനിക്കറിയില്ല. അതോടൊപ്പം തന്നെ സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും കുറവ് ധാർമ്മികമായി പങ്കെടുത്ത ജനതയാണ് കേരളീയർ എന്ന് പറഞ്ഞാൽ താങ്കൾ യോജിക്കുമെന്ന് എനിക്കറിയില്ല. അതോടൊപ്പം തന്നെ യുദ്ധത്തിൻ്റെ ക്രൂരതകൾ അധികം ഏൽക്കാത്ത ഒരു ജനതയാണ് കേരളം എന്ന് പറഞ്ഞാലും താങ്കൾ യോജിക്കുമെന്ന് എനിക്കറിയില്ല. എന്താണ് താങ്കളുടെ ഒപ്പീനിയൻ? ഈ വിഭജനത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ കേരളത്തിനെ പൊതുവെ സൗത്ത് ഇന്ത്യനെ തന്നെ ബാധിക്കാതിരുന്നതിൻ്റെ പ്രധാന കാരണം ജോഗ്രഫിക്കൽ ലൊക്കേഷനാണ്. ഇത് മുഴുവൻ നോർത്ത് ഇന്ത്യയിലായിരുന്നു ഈ കഷ്ടപ്പാടുകളും പിന്നെ വിഭജനം കൊണ്ട് സംഭവിച്ച ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടി വന്നത് ഈ പഞ്ചാബ് സൈഡിലുള്ള സിന്ധികളും അങ്ങനെയുള്ള വിഭാഗക്കാരാണ്. പിന്നെ നിങ്ങൾ രണ്ടാമത് ചോദിച്ചത് സ്വാതന്ത്ര്യ സമരത്തിൽ കൂടുതൽ ജനങ്ങൾ പങ്കാളിയായിട്ടില്ല എന്ന് പറഞ്ഞതിൽ എനിക്ക് യോജിപ്പില്ല. കേരളത്തിൽ ത്യാഗമനസ്ഥിതി കുറച്ച് കുറവായിരിക്കാം, പക്ഷെ ഒരുപാട് പേര് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് കവികളും കലാകാരന്മാരും പിന്നെ ചില നേതാക്കന്മാരും കേളപ്പജിനെ പോലെ നേതാക്കന്മാർ, കോഴിപ്പുറത്ത് മാധവമേനോൻ, അവരൊക്കെ വളരെയധികം ഇതിന് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പടവരുതിയിട്ടുണ്ട്. സ്വാതന്ത്ര്യത്തിന് തൊട്ടു മുമ്പും സ്വാതന്ത്ര്യത്തിന് ശേഷവും കേരളത്തിൽ വർഗീയ കലാപങ്ങൾ വളരെ കുറവായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. പക്ഷേ ഇന്ന് ഗുജറാത്തുമായി താരതമ്യം ചെയ്യുന്ന രീതിയിൽ കേരളം വർഗീയ കലുഷിതമായ ഒരു സംസ്ഥാനമായി മാറിയിരിക്കുന്നു. എന്താണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം? അതിൻ്റെ പ്രധാന കാരണം തൊഴിലില്ലായ്മ, രാഷ്ട്രീയക്കാരുടെ സമ്മർദ്ദം, മതപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഇതിൽ വളരെയധികം. കാരണം സ്റ്റുഡൻസിൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഒരു ടീച്ചറെ വെട്ടിക്കൊന്നതുപോലും സാധാരണത്തിൽ അസാധാരണ സംഭവമായിട്ടല്ല സുപ്രീം കോടതി പോലും കണ്ടത്. അതൊക്കെ വളരെ വേദനപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. ഞാൻ കോടതിയെ കുറ്റം പറയുകയോ നിയമത്തിൻ്റെ വശങ്ങളെപ്പറ്റി ചിന്തിക്കുകയല്ല. ഇങ്ങനത്തെ കുത്തും കൊലയൊക്കെ നടക്കുമ്പോൾ ഇത് വളർന്നു വരുന്ന വിദ്യാർത്ഥികളുടെ മനസ്സിലും ചെറുപ്പക്കാരുടെ മനസ്സിലൊക്കെ എന്ത് സൈക്കോളജിയാണ് ഉണ്ടാക്കുകയെന്നറിയില്ല. ഓരോ മലയാളിയും വായിച്ചിരിക്കേണ്ട വിഭജനകാലത്തെ കഥകൾ എന്ന ഈ കഥാസമാഹാരം, അതിലെ കഥകൾ തിരഞ്ഞെടുക്കാനും ആ കഥകളുടെ സോഴ്സ് കണ്ടെത്താനും ഉണ്ടായ അനുഭവങ്ങളൊന്ന് വിവരിക്കാമോ? പ്രധാന പ്രചോദനം എന്താണെന്ന് വെച്ചാൽ, ഞാൻ റിട്ടയർ ചെയ്ത് വന്നതിൻ്റെ ശേഷം ഞാനിങ്ങനെ ആലോചിച്ചു, ഈ മഹാന്മാരായ വാസനാസമ്പന്നരായ കവികളും പ്രശസ്തരായ എഴുത്തുകാരും ചെറുകഥാകൃത്തുക്കളും ഒക്കെ മലയാള ഭാഷയ്ക്ക് ഒരുപാട് വിലമതിക്കാൻ കഴിയാത്ത ആഭരണങ്ങളും രത്നങ്ങളും വേഷഭൂഷാദികളും ഒക്കെ സമർപ്പിച്ചിട്ടുണ്ട്. എന്നെപ്പോലെ ഒരു സാധാരണക്കാരൻ, എഴുത്തുകാരനല്ല, സാഹിത്യകാരനല്ല, എന്നാലും എനിക്ക് ഏതാനും പുഷ്പങ്ങളെ കൊണ്ടെങ്കിലും ഭാഷയെ ആരാധിക്കണമെന്ന് തോന്നി. അതൊരു പ്രചോദനം. പിന്നെ എൻ്റെ സുഹൃത്തായ ശ്രീമാൻ എൻ ഗോപാലകൃഷ്ണൻ ഒരു പ്രേരണയായി. ഈ ഉൾപ്രേരണേനെ പുറമേ നിന്നുള്ള പ്രേരണയും കൂടി പിന്നെ യോജിച്ചപ്പോൾ ഞാൻ ഇതങ്ങോട്ട് ചെയ്തു. അത്രേ പറയാനുള്ളൂ ഇതിനെപ്പറ്റി. ചില പ്രസിദ്ധരായ എഴുത്തുകാർ പറയാറുണ്ട്, എഴുത്തുകാരെക്കാൾ ശക്തരാണ് വായനക്കാരെന്ന്. അതുകൊണ്ട് തന്നെ അന്തിമ വിധികർത്താക്കൾ വായനക്കാരാണ്. പ്രതികരണങ്ങളൊന്ന് വിലയിരുത്താമോ? ഈ പുസ്തകം പ്രസിദ്ധം ചെയ്തതിൻ്റെ ശേഷം എനിക്ക് പല പരിചിതരിൽ നിന്നും അപരിചിതരിൽ നിന്നും ഒക്കെ
ഒരുപാട് അനുമോദനങ്ങൾ ടെലിഫോൺ വഴിയും എഴുത്തുകൾ മുഖാന്തരവും ഒക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്നെ വളരെയധികം വികാരാധീനനാക്കിയ ഒരു സന്ദർഭം കൂടി ഉണ്ടായി. എനിക്ക് അപ്രതീക്ഷിതമായിട്ടൊരു പോസ്റ്റ് കാർഡ് കിട്ടി. ഞാൻ ഉറങ്ങി എഴുന്നേറ്റ് പുറത്ത് വരുമ്പം വരാന്തയിൽ കിടപ്പുണ്ടായിരുന്നു. ഞാൻ അത് എടുത്തു നോക്കിയപ്പോൾ അത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ഒരു വ്യക്തി അയച്ച എഴുത്താണ്. അപ്പോൾ അയാൾ അതിൽ എഴുതിയിട്ടുണ്ട്, ഒരു അതിർത്തി തർക്കത്തിൻ്റെ പേരിൽ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തു പോയി, ഒരു പാതകം ചെയ്തു പോയ അതുകൊണ്ട് ആജീവനാന്ത തടവിന് വിധിക്കപ്പെട്ട ഒരാളാണ് ഞാൻ. എൻ്റെ കയ്യിൽ നിങ്ങളുടെ പുസ്തകം കിട്ടി. അത് ഞാൻ വളരെ മനസ്സിരുത്തി ആദ്യം മുതൽ ഒടുക്കം വരെ വായിച്ചു. അതെൻ്റെ മനസ്സിനെ വളരെയധികം കുലുക്കിക്കളഞ്ഞു. ആ മനുഷ്യൻ്റെ ആ എഴുത്ത് അതിമനോഹരമായ കൈപ്പടയിൽ എഴുതിയതാണ്. ഒരു സെൻറ്റിമീറ്റർ പോലും സ്ഥലം ആ പോസ്റ്റ് കാർഡിൽ വിട്ടുകളഞ്ഞിട്ടില്ല. അത് ഞാൻ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു പുരസ്കാരം പോലെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. താങ്കൾ പറഞ്ഞല്ലോ ഈ പുസ്തകത്തിൻ്റെ 2ാം പതിപ്പ് പ്രസിദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന്. അതോടൊപ്പം തന്നെ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് താങ്കളിൽ നിന്ന് പുതിയ സമൂഹത്തിന് ഗുണം ചെയ്യുന്ന പുസ്തകങ്ങളുടെ ഒരു നിര തന്നെ 2ാമത്തെ വർക്ക് തുടങ്ങിയോ? എന്താണ് ഉദ്ദേശിക്കുന്നത്? റീസെൻ്റായിട്ട് എനിക്ക് എൻ്റെ മകള് ഒരു പുസ്തകം വായിക്കാൻ തന്നു. അത് ഇംഗ്ലീഷിൽ എഴുതിയതാണ്. അതിൻ്റെ ടൈറ്റില് ദ ഓൾഡ് മാൻ ആൻഡ് ഹിസ് ഗോഡ്, റിട്ടൺ ബൈ സുധാ മൂർത്തി. ഇൻഫോസിസിൻ്റെ ഒക്കെ അമ്മയാണ്. ഇപ്പോൾ അവർ ഒരുപക്ഷെ ഇൻഫോസിസിൻ്റെ മകളായി മാറിയിട്ടുണ്ടാവാം. ആ പുസ്തകം എന്നെ വളരെയധികം എന്നിലേക്ക് വളരെയധികം അനുഭൂതി പകർന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പുസ്തകമാണ്. അത് മൊഴിമാറ്റം ചെയ്യാൻ, മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്യാൻ വളരെയധികം ശ്രമിക്കും. അത് 2 കൈ നീട്ടി സ്വീകരിക്കാൻ തയ്യാറായ പല നല്ല വായനക്കാർ നമ്മുടെ ഭാഷയിലുണ്ട്. നീണ്ട ജീവിതാനുഭവത്തിലൂടെ കടന്നുപോയി, അതോടൊപ്പം തന്നെ ഉയർന്ന പല ജോലികളും ചെയ്ത് ജീവിതത്തിൻ്റെ സന്തോഷകരമായ ഒരു റിട്ടയർമെൻറ്റ് ലൈഫ് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കുടുംബത്തെ ഒന്ന് പരിചയപ്പെടുത്താമോ? തീർച്ചയായും. ഇതെൻ്റെ സഹധർമ്മിണി കൃഷ്ണകുമാരി സേതു. അവരാണ് എൻ്റെ സകല പ്രചോദനവും പ്രോത്സാഹനവും. എന്നെ നോക്കി നടത്തുന്നത് ഈ മഹതിയാണെന്ന് ഞാൻ